ഹലോ സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു. ഇന്ന് വന്നിട്ട് നമ്മൾ വെനസ്ഡേ ഗൈഡൻസ് ആണ് നോക്കുന്നത്, അതായത് മെയ് 21 എനർജിയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നതിന് മുന്നേ ആയിട്ട് ഫസ്റ്റ് നിങ്ങൾ പൈൽ സെലക്ഷൻ നടത്താനായിട്ട് ശ്രമിക്കുക. സ്ക്രീനിൽ ഓൾറെഡി നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് കാണാൻ സാധിക്കും, പൈൽ 1 ആൻഡ് പൈൽ 2. കുറച്ചൊരു കാം എനർജിയിൽ ഇരുന്നിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് ഇതിൽ നിന്നൊരു എനർജി ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ലോട്ട് ഓഫ് താങ്ക്സ്. നിങ്ങൾ പൈൽ സെലക്ഷൻ നടത്തുക, നമുക്ക് റീഡിംഗ് ആയിട്ട് കാണാം. താങ്ക് യു. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങളുടെ വെനസ്ഡേ ഗൈഡൻസ് എന്താണെന്ന്. പൈൽ നമ്പർ 1 ചൂസ് ചെയ്തവരുടെ മെയ് 21 എനർജി. ഫസ്റ്റ് നിങ്ങൾക്കുള്ള അഡ്വൈസ് നോക്കാം. താങ്ക് യു. പൈൽ നമ്പർ 1 ഇവിടെ 8 ഓഫ് പെൻറ്റക്കിൾസ്, അതുപോലെ തന്നെ പേജ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ് വന്നേക്കുന്നത്. കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം നിങ്ങളുടെ കരിയർ, നിങ്ങളുടെ പ്രൊഫഷൻ അതായിട്ട് റിലേറ്റ് ചെയ്തിട്ട് കുറച്ചൊരു ശ്രദ്ധ, അറ്റൻഷൻ ആവശ്യമായിട്ട് വരുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് നിങ്ങളുടെ പ്രോഗ്രസ്, ഗ്രോത്ത്, ചിലപ്പോൾ കരിയറിലായിരിക്കാം, അവിടെ ഒത്തിരി വളർച്ച ഉണ്ടാകുന്നില്ല. അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വറി, ടെൻഷൻ കുറച്ച് പേരെ അലട്ടുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ബെനിഫിറ്റ് ലഭിക്കുന്നില്ല. ഞാൻ ആഗ്രഹിച്ച പോലെ എനിക്ക് അവിടെ നിന്നിട്ട് എന്താ പറയുക, ഫിനാൻഷ്യൽ സപ്പോർട്ട് ലഭിക്കുന്നില്ല. അങ്ങനത്തെ എന്തെങ്കിലും ടെൻഷൻസ് ആയിരിക്കാം. അപ്പോൾ നിങ്ങളോട് പറയുന്നത് അൺനെസസറി ആയിട്ടുള്ള വറി നിങ്ങൾ അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മൾ വിഷമിച്ചിരുന്നു കഴിഞ്ഞാൽ നമ്മളുടെ റിയാലിറ്റി, നമ്മളുടെ സത്യസന്ധമായിട്ടുള്ള എനർജി എന്താണോ അതിൽ ചേഞ്ചസ് കൊണ്ടുവരാനായിട്ട് സാധിക്കത്തില്ല. അതിന് പകരമായിട്ട് എന്ത് എനർജിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് അവിടെ കുറച്ചും കൂടെ പോസിറ്റീവ് റിസൾട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കും, അതിലോട്ട് നിങ്ങളുടെ ശ്രദ്ധ, അറ്റൻഷൻ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അതിന് കുറച്ചൊരു അർപ്പണ മനോഭാവം, ഒരു ഡിവോഷൻ്റെ എനർജി, കമ്മിറ്റ്മെൻറ്റ്, അത് നിങ്ങളെ ഈ ഒരു ദിവസം സഹായിക്കുന്നതാണ്. കുറച്ച് പേർക്ക് എന്തെങ്കിലും ഒരു പുതിയ ഇൻഫർമേഷൻ, പുതിയ എനർജി ആയിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ടൈം പീരീഡ് ആയിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു പുതിയ സ്പേസിൽ അല്ലെങ്കിൽ പുതിയൊരു അറിവ് വരുന്ന സമയത്ത് ഫസ്റ്റ് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്നതാണ്. ഏത് മേഖലയിൽ വേണമെങ്കിലും ആകാം. അപ്പോൾ കുറച്ചൊരു ബാലൻസ്ഡ് ആയിട്ടുള്ള അപ്രോച്ച് സ്വീകരിക്കുക. കുറച്ച് പേർക്ക് നിങ്ങളുടെ സ്കില്ല് കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പ്രാക്ടീസ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിലെല്ലാം കുറച്ചൊരു അറ്റൻഷൻ കൊടുക്കാനായിട്ടും കുറച്ച് പേരോട് പറയുന്നുണ്ട്. കുറച്ച് പേർക്ക് ഒത്തിരി അറിവുണ്ടാകാം, ഒത്തിരി നോളേജ് ഉണ്ടാകാം, പക്ഷേ അതിൻ്റെ പ്രാക്ടിക്കൽ സൈഡ്, പ്രായോഗികമായിട്ടുള്ള വശം, അവിടെയും കുറച്ച് പേരോട് ശ്രദ്ധ കൊടുക്കാനായിട്ട് പറയുന്നുണ്ട്. പ്രാക്ടിക്കലി കുറച്ചും കൂടെ കാര്യങ്ങൾ ചിന്തിച്ച് ഡിസിഷൻസ് എടുക്കുക. അതും നിങ്ങളെ ഈ ഒരു ദിവസം സഹായിക്കുന്നതാണ്. നെക്സ്റ്റ് ഇന്നത്തെ ബ്ലെസ്സിങ്സ് നോക്കാം. പൈൽ നമ്പർ 1 ചൂസ് ചെയ്തവരുടെ വെനസ്ഡേ ബ്ലെസ്സിങ്സ് എന്തൊക്കെയാണ്? താങ്ക് യു. 2 ഓഫ് കപ്സ്, ടെമ്പറൻസിൻ്റെ എനർജി. കുറച്ച് പേർക്ക് റിലേഷൻഷിപ്സിൽ ഇവിടെ ഒരു ബാലൻസ് കാണുന്നുണ്ട്, സ്റ്റെബിലിറ്റി കാണുന്നുണ്ട്. മൂണിൻ്റെ എനർജി. കുറച്ച് പേർക്ക് ഇൻറ്റ്യൂഷൻ വളരെ സ്ട്രോങ് ആയിരിക്കാം. ഇൻറ്റ്യൂറ്റീവ്ലി പല കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള അറിവ്, നോളേജ് ഇന്നത്തെ ദിവസം വരുന്നതാണ്. എഗെയിൻ കമ്മ്യൂണിക്കേഷൻ്റെ എനർജിയാണ് കാണുന്നത്. കുറച്ച് പേർക്ക് ട്രാവൽ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ബ്ലെസ്സിങ് കാണുന്നുണ്ട്. 5 ഓഫ് സോഡ്സിൻ്റെ എനർജി. കുറച്ച് പേർക്ക് എന്തെങ്കിലും സിറ്റുവേഷൻസ്, എന്തെങ്കിലുമൊക്കെ നിങ്ങളെ അലട്ടുന്നുണ്ട്, വിഷമിപ്പിക്കുന്നുണ്ട്, എന്തെങ്കിലും വറി, ടെൻഷൻ ആയിരിക്കും. അവിടെ നിന്ന് മൂവ് ഓൺ ചെയ്യാനായിട്ട് കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു അവസരം, ഓപ്പർച്യൂണിറ്റി ഉണ്ടാകുന്നതാണ്. കുറച്ച് പേർക്ക് എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ, ന്യൂസ്, മെസ്സേജസ് ലഭിക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി ചേഞ്ചസ്, ഒത്തിരി മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് നിങ്ങളുടെ പെർസ്പെക്റ്റീവ്, കാഴ്ചപ്പാടിലൊരു മാറ്റം, ഷിഫ്റ്റിൻ്റെ എനർജിയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നേരത്തെ കണ്ടുകൊണ്ടിരുന്ന വ്യക്തികൾ, സിറ്റുവേഷൻസ്, അതിനെ കുറച്ചും കൂടെ വ്യത്യസ്തമായിട്ട് പഠിക്കാനായിട്ട്, മനസ്സിലാക്കാനായിട്ട് കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം ബ്ലെസ്സിങ് ഉണ്ടാകുന്നതാണ്. അത് നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി ബാലൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നുണ്ടാകും. കുറച്ച് പേർക്ക് എന്തെങ്കിലും ഫിസിക്കൽ ചേഞ്ച് ആയിരിക്കും, ചിലപ്പോൾ ഓഫീസ് ചേഞ്ച്, കരിയർ ചേഞ്ച്, അല്ലെങ്കിൽ പ്രൊമോഷനായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും എനർജീസ് ആയിരിക്കും. അതും കുറച്ച് പേർക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് വരുന്നുണ്ട്.
കുറച്ച് പേർക്ക് നിങ്ങളുടെ ഡ്രീംസ് അച്ചീവ് ചെയ്യാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ്ങും കാണുന്നുണ്ട്. നിങ്ങൾ ഒത്തിരി നാളായിട്ട് മാനിഫെസ്റ്റേഷന് വേണ്ടിയിട്ട് ആഗ്രഹിച്ചിട്ടുണ്ട്, അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ടെക്നിക്ക് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ച് പേർക്ക് അത് ഈ ഒരു ദിവസം പോസിറ്റീവ് റിസൾട്ട് കൊണ്ടുവരുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒത്തിരി സന്തോഷം, ഹാപ്പിനെസ്, ഹാർട്ട് ചക്രയായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒത്തിരി പോസിറ്റീവ് എനർജി, ബ്ലെസ്സിങ് കടന്നു വരുന്നതായിട്ട് ഓവറോൾ ഈ ഒരു ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് പായൽ നമ്പർ 1 സെലക്ട് ചെയ്തവരുടെ വെനസ്ഡേ ഗൈഡൻസ് വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങളുടെ വെനസ്ഡേ എനർജി എന്താണെന്ന്. പായൽ നമ്പർ 2 സെലക്ട് ചെയ്തവർക്കുള്ള മെയ് 21 എനർജി. ഫസ്റ്റ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് നോക്കാം. പായൽ നമ്പർ 2 താങ്ക് യു. ടു ഓഫ് കപ്സിൻ്റെ എനർജി, അതുപോലെ തന്നെ പേജ് ഓഫ് വോൺസിൻ്റെ എനർജി വരുന്നുണ്ട്. ഇന്നത്തെ ദിവസം കുറച്ചൊരു പേഷ്യൻസ് ആവശ്യമായിട്ട് വരുന്നുണ്ടാകാം. എല്ലാം ഒരു ഡിവൈൻ ഓർഡറിൽ സംഭവിക്കുന്നതാണ്. അത് നിങ്ങൾ കുറച്ചും കൂടെ ട്രസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഒന്നിനും നിങ്ങൾ ധൃതി കൂട്ടാതിരിക്കുക. കുറച്ചും കൂടെ ഹയർ ഫോഴ്സസിനെ അല്ലെങ്കിൽ നിങ്ങളുടെ സ്പിരിച്വൽ എനർജീനെ കുറച്ചും കൂടെ ട്രസ്റ്റ് ചെയ്യുക. അത് നിങ്ങളെ ഈ ഒരു ദിവസം സഹായിക്കുന്നതാണ്. കുറച്ച് പേർക്ക് നിങ്ങളുടെ കരിയറിൽ അല്ലെങ്കിൽ ക്രിയേറ്റീവായിട്ടുള്ള എനർജിയിൽ കുറച്ചും കൂടെ ഫോക്കസ്, അറ്റൻഷൻ കൊടുക്കാനായിട്ടും പറയുന്നുണ്ട്. അവിടെ എന്തെങ്കിലുമൊക്കെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ്, അവസരങ്ങൾ വരുന്നതാണ്. അപ്പോൾ ആ ഒരു സമയങ്ങളിൽ കറക്റ്റായിട്ടുള്ള ആക്ഷൻസ് എടുക്കുക. അത് നിങ്ങളെ ഈ ഒരു ദിവസം സഹായിക്കുന്നതാണ്. കുറച്ച് പേർക്ക് എന്തെങ്കിലും തുടങ്ങി വെക്കുന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ കുറച്ചൊന്ന് ശ്രദ്ധിക്കുക. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നിങ്ങളുടെ എനർജി, ഊർജം കുറച്ചൊന്ന് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതിന് ആവശ്യത്തിന് വിശ്രമം, ഹെൽത്തി ഫുഡ് ഹാബിറ്റ്സ്, അതെല്ലാം ഈ ഒരു ദിവസം നിങ്ങളെ സഹായിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ലവ്, റിലേഷൻഷിപ്പായിട്ട് റിലേറ്റ് ചെയ്തിട്ട്, ഹോം, ഫാമിലി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഫൊർഗീവ്നെസ്സിൻ്റെ എനർജി, ക്ഷമിക്കാനായിട്ടുള്ള എനർജി, അത് വളരെ അത്യാവശ്യമാണ്. അത് എന്തെങ്കിലും ചാലഞ്ചസ് ഉണ്ടെങ്കിൽ എൻഡ് ചെയ്യാനായിട്ടും കുറച്ച് പേരെ സഹായിക്കുന്നതാണ്. കുറച്ച് പേർക്ക് ഇവിടെ കുട്ടികളായിട്ടുള്ള റിലേഷൻഷിപ്പും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അവർക്ക് കുറച്ചും കൂടെ ഒരു അറ്റൻഷൻ കൊടുക്കാനായിട്ട്, അവരെന്താണോ പറയുന്നത് അത് കുറച്ചും കൂടെ ഓപ്പൺ മൈൻഡായിട്ട് കേൾക്കാനായിട്ടും ശ്രമിക്കുക. അതും നിങ്ങളെ ഈ ഒരു ദിവസം സഹായിക്കുന്നതാണ്. ചിലപ്പോൾ അവരുടെ സൈഡിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പുതിയ ഐഡിയാസ്, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അവർ ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടാകാം. അപ്പോൾ അതെന്താണെന്ന് മനസ്സിലാക്കാനായിട്ടും ശ്രമിക്കുക. കറക്റ്റായിട്ടുള്ള ഗൈഡൻസ് കൊടുക്കുക. അതും കുറച്ച് പേരെ ഈ ഒരു ദിവസം സഹായിക്കുന്നതാണ്. അപ്പോൾ ഓവറോൾ സ്നേഹം, കമ്പാഷൻ്റെ എനർജി, പരസ്പരം ക്ഷമിക്കാനായിട്ടുള്ള എനർജി ഈ ഒരു ദിവസം സഹായിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ പേഷ്യൻസ്, കുറച്ചൊരു പേഷ്യൻസോടുകൂടി, സമാധാനത്തോടു കൂടി കാര്യങ്ങൾ ചെയ്യാനായിട്ടും ശ്രമിക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് നിങ്ങളുടെ ഇന്നത്തെ ബ്ലെസ്സിങ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. പായൽ നമ്പർ 2 സെലക്ട് ചെയ്തവരുടെ ബ്ലെസ്സിങ്സ്. ഇവിടെ 2 കാർഡ്സ് വന്നിട്ടുണ്ട്. ഡെവിൾ ആൻഡ് 7 ഓഫ് വാൻഡ്സിൻ്റെ എനർജി. ഇതിലൊത്തിരി കോൺഫിഡൻസിൻ്റെ എനർജി കാണുന്നുണ്ട്. നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട്, ഡിസയർസിന് വേണ്ടിയിട്ട് സ്ട്രോങ് ആയിട്ട് നിൽക്കാനായിട്ട് കുറച്ച് പേർക്ക് ബ്ലെസ്സിങ് ഉണ്ടാകുന്നതാണ്. കുറച്ച് പേർക്ക് ഇത് കർമ്മയാണ്. നിങ്ങൾ നല്ല കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ലഭിക്കുന്നതാണ്. അപ്പോൾ ജസ്റ്റിസ് ലഭിക്കുന്നതാണ്, നീതി ലഭിക്കുന്നതാണ് കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം വന്നിട്ട്. കുറച്ച് പേര് എന്തെങ്കിലും റോങ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ സ്ട്രോങ് ആയിട്ട് എതിർക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സൊസൈറ്റിയിൽ നടക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചുറ്റും നടക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ തന്നെ എന്തെങ്കിലുമൊക്കെ പാസ്റ്റിലെ എനർജീസ്, എന്തെങ്കിലുമൊക്കെ പാറ്റേൺസ് സർഫസ് ലെവലിലോട്ട് വരുന്നുണ്ടെങ്കിൽ അതിനെ കുറച്ചും കൂടെ നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു എനർജിയാണ്. കുറച്ചും കൂടെ ഇമ്പാർഷ്യലായിട്ട്, ആരുടെയും സൈഡ് പിടിക്കാതെ സത്യം എന്താണോ അതിലോട്ട് നിങ്ങളുടെ ഫോക്കസ് കൊടുക്കാനായിട്ട് കുറച്ച് പേര് ശ്രമിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഇത് അഗെയിൻ ഒത്തിരി ഡിസയർ, ഒത്തിരി പാഷൻ്റെ എനർജിയാണ് കാണുന്നത്. ലവ് റിലേഷൻഷിപ്പിലായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലായിരിക്കാം. വേറെ എന്ത് ബ്ലെസ്സിങ് ആണുള്ളത്? പായൽ നമ്പർ 2 താങ്ക് യു. കിങ് ഓഫ് വാൻഡ്സിൻ്റെ എനർജി. കുറച്ച് പേർക്ക് ഇത് അഗെയിൻ നിങ്ങളുടെ കരിയറായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ആണ്, അവസരങ്ങളാണ്. അവിടെ എന്തെങ്കിലുമൊക്കെ ന്യൂ കമ്മ്യൂണിക്കേഷൻ, എന്തെങ്കിലുമൊക്കെ ന്യൂ എനർജീസ് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. മജിഷ്യൻ്റെ എനർജി, ബ്യൂട്ടിഫുൾ എനർജിയാണ്. മാനിഫെസ്റ്റേഷൻസ് കാണുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിച്ച പോലെ എന്തെങ്കിലും കാര്യങ്ങൾ നേടാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് ആണ്. അതോടൊപ്പം തന്നെ ഒത്തിരി വിക്ടറി, വിജയത്തിൻ്റെ എനർജിയും കാണുന്നുണ്ട്.
കുറച്ച് പേർക്ക് നിങ്ങൾ പാസ്റ്റിലെടുത്ത എന്തെങ്കിലും ചോയ്സസ്, തീരുമാനങ്ങൾ, അത് നിങ്ങളെ ഈ ഒരു ദിവസം ഒരു സ്പോട്ട് ലൈറ്റിലോട്ട്, ഒരു പബ്ലിക് റെക്കഗ്നിഷൻ്റെ എനർജിയിലോട്ട് കൊണ്ടുവരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒത്തിരി നെയിം, ഫെയിം, റെക്കഗ്നിഷൻ, സക്സസിൻ്റെ എനർജി, മറ്റുള്ളവർ തിരിച്ചറിയുന്ന ഒരു എനർജി. അതോടൊപ്പം തന്നെ പല രൂപത്തിലായിരിക്കാം ഈ ഒരു സക്സസ് വരുന്നുണ്ടാകുക. കുറച്ച് പേർക്ക് സ്കോളർഷിപ്പിൻ്റെ രൂപത്തിലായിരിക്കാം, പ്രൊമോഷൻ്റെ രൂപത്തിലായിരിക്കാം, അവാർഡിൻ്റെ രൂപത്തിലായിരിക്കാം, ഹെൽപ്പിൻ്റെ രൂപത്തിലായിരിക്കാം. അപ്പോൾ ഏത് രൂപത്തിൽ വേണമെങ്കിലും ഇത് വരാം. അത് നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി ഹാപ്പിനെസ് കൊണ്ടുതരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ഒത്തിരി നാളായിട്ട് വെയിറ്റ് ചെയ്തിരുന്ന എന്തെങ്കിലും എനർജിയും ആയിരിക്കാം. ഹെയർഫെൻറ്റിൻ്റെ എനർജി, ഇവിടെ നിങ്ങൾക്കെല്ലാം മേജർ ആർക്കാനാസ് ആണ് വന്നിരിക്കുന്നത്. മേജറായിട്ടുള്ള എനർജീസ് ആണ് കാണുന്നത്. ഇത് വന്നിട്ട് ത്രോട്ട് ചക്രയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു എനർജിയിലാണ് ഒരു ബ്ലെസ്സിങ് വരുന്നത്. ചിലപ്പോൾ പബ്ലിക് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം, മറ്റുള്ളവരോട് നിങ്ങൾക്ക് ഓപ്പൺലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് ആയിരിക്കാം. നിങ്ങളുടെ അറിവ്, നോളേജ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് എഗെയിൻ നിങ്ങളുടെ ട്രൂത്ത്, സത്യമാണ്, അത് എക്സ്പ്രസ് ചെയ്യാനായിട്ടുള്ള അവസരം, ഓപ്പർച്യൂണിറ്റി ലഭിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ബാക്കിൽ സണ്ണാണ്. അപ്പോൾ ഓവറോൾ ഒത്തിരി പോസിറ്റീവ് എനർജിയാണ് കാണുന്നത്. ഒത്തിരി സക്സസിൻ്റെ എനർജി, ഹാപ്പിനെസ്സിൻ്റെ എനർജി, ബ്ലെസ്സിങ് ആയിട്ട് വരുന്നുണ്ട്. ഇത് നിങ്ങളുടെ ലൈഫിലായിരിക്കാം, അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിൻ്റെ ലൈഫിലായിരിക്കാം. കുറച്ച് പേർക്ക് മാരേജ് പ്രപ്പോസൽ, മാരേജായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എനർജിയും കാണുന്നുണ്ട് ബ്ലെസ്സിങ്ങിൻ്റെ രൂപത്തിൽ. കുറച്ച് പേർക്ക് ഇത് ആത്മീയമായിട്ടുള്ള എനർജിയാണ്. എന്തെങ്കിലും സിറ്റുവേഷനിൽ ഒരു എൻഡിങ് കൊണ്ടുവരാനായിട്ട്, അതുവഴി നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ന്യൂ ബിഗിനിങ് ആയിട്ട്, പുതിയ തുടക്കങ്ങളായിട്ട് കണക്ട് ചെയ്യാനായിട്ടും കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം ബ്ലെസ്സിങ് ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഓവറോൾ ഒത്തിരി കോൺഫിഡൻസിൻ്റെ എനർജി, പാഷൻ്റെ എനർജി കാണുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ ട്രസ്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. പേഷ്യൻസോട് കൂടി മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഈ ഒരു ദിവസം സഹായിക്കുന്നതാണ്. അപ്പോൾ ഇത്രയാണ് പായൽ നമ്പർ 2 ചൂസ് ചെയ്തവരുടെ വെനസ്ഡേ ഗൈഡൻസ് വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.